കഥ തുടങ്ങുന്നത് പാരീസിലെ പ്രശസ്തമായ ഗുസ്തോസ് എന്ന റെസ്റ്റോറന്റിലാണ്. അവിടുത്തെ ഷെഫായ ഓഗസ്റ്റ് ഗുസ്തോ ഒരു സാധാരണ പാചകക്കാരനായിരുന്നില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ 5 സ്റ്റാർ നേടിയ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഷെഫായിരുന്നു അദ്ദേഹം. അതുമാത്രമല്ല, എനിവൺ ക്യാൻ കുക്ക് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം വലിയൊരു ബെസ്റ്റ് സെല്ലർ ആയി മാറിയിരുന്നു. ഗുസ്തോയുടെ ഒരു വിശ്വാസമുണ്ടായിരുന്നു, ആർക്കും പാചകം ചെയ്യാൻ കഴിയും. പക്ഷേ ഈ കാര്യം ഒരാൾക്ക് മാത്രം അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല, പ്രശസ്ത ഫുഡ് ക്രിട്ടിക്കായ ആന്റൺ ഈഗോ. ഗുസ്തോയുടെ ഈ ചിന്ത തെറ്റാണെന്ന് തെളിയിക്കാനായിരുന്നു ഈഗോയുടെ ശ്രമം. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഗുസ്തോയുടെ പേരും റെപ്യൂട്ടേഷനും തകർക്കാനുള്ള അവസരം നോക്കി നടക്കുകയായിരുന്നു ഇയാൾ. അങ്ങനെ കഥ മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നു. ഫ്രാൻസിലെ ഒരു പഴയ വീടിന്റെ തട്ടിൻപുറത്ത് ഒരു വലിയ എലിക്കൂട്ടം താമസിച്ചിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഒരാളാണ് റെമി. പക്ഷെ റെമി സാധാരണ ഒരു എലിയല്ല. മറ്റുള്ള എലികൾക്ക് കിട്ടുന്നതെന്തും കഴിച്ചാൽ മതി. എന്നാൽ റെമിക്ക് ഭക്ഷണത്തിന്റെ രുചി അറിയണം. അതിന്റെ മണത്തിൽ നിന്ന് ഓരോ കാര്യവും തിരിച്ചറിയണം. കാരണം അവനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഒരു ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്, അത് നല്ലതാണോ മോശമാണോ എന്നൊക്കെ അവന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് അച്ഛനായ ജാങ്കോ മോഷ്ടിച്ചു കൊണ്ടുവരുന്ന ഭക്ഷണം ആദ്യം പരിശോധിക്കാൻ റെമിയെ നിയോഗിച്ചത്. പക്ഷെ റെമിക്ക് ആ ജീവിതം ഇഷ്ടമായിരുന്നില്ല. ചവറ്റുകുട്ടയിലെ ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ അവൻ താല്പര്യമില്ലായിരുന്നു. അവന്റെ മനസ്സിൽ എപ്പോഴും മനുഷ്യരുടെ കുക്കിംഗ് വേൾഡ് ആയിരുന്നു. പക്ഷേ ജാങ്കോയ്ക്ക് അത് ഇഷ്ടമായിരുന്നില്ല. മനുഷ്യർ അപകടകാരികളാണെന്നും അവരുടെ അടുത്തേക്ക് ഒരിക്കലും പോകരുതെന്നും അദ്ദേഹം റെമിക്ക് മുന്നറിയിപ്പ് നൽകും. എന്നാൽ റെമി ആ വാക്കുകൾ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു ദിവസം ആരും അറിയാതെ അവൻ വീട്ടിലെ കിച്ചണിലേക്ക് കയറുന്നു. അവിടെ ടിവിയിൽ ഒരു കുക്കിംഗ് ഷോ നടക്കുകയായിരുന്നു. അത് മറ്റാരുടേതുമല്ല, ഓഗസ്റ്റ് ഗുസ്തോയുടെ പരിപാടിയായിരുന്നു. ഗുസ്തോയുടെ വാക്കുകൾ കേട്ടതോടെ റെമിയുടെ ഉള്ളിൽ ഒരു പുതിയ ആഗ്രഹം ജനിച്ചു. ഒരു ദിവസം താനും ഒരു വലിയ ഷെഫാകണം. അടുത്ത ദിവസം റെമിക്ക് ഒരു കൂൺ കിട്ടുന്നു. അതേസമയം അവന്റെ സഹോദരൻ എമിൽ മേൽക്കൂരയിൽ നിന്ന് കുറച്ച് ചീസ് കണ്ടെത്തി കൊണ്ടുവരുന്നു. രണ്ടും ചേർത്ത് ഒരു പുതിയ രുചി ഉണ്ടാക്കാൻ റെമി ശ്രമിക്കുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു മിന്നൽ അവിടെ പതിക്കുന്നത്. മിന്നലേറ്റതോടെ കൂൺ കൂടുതൽ നന്നായി വേവുകയും അതിന്റെ രുചി മാറുകയും ചെയ്യുന്നു. അത് കഴിച്ച റെമി ശരിക്കും അത്ഭുതപ്പെടുന്നു. പക്ഷെ അവനവിടെ നിർത്താൻ മനസ്സില്ല. ഇതിലും മികച്ചതാക്കണം. അതിന് കിച്ചണിലുള്ള സാഫ്രോൺ കൂടി വേണമെന്ന് റെമി തീരുമാനിക്കുന്നു. അങ്ങനെ റെമിയും എമിലും വീണ്ടും ആ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ എമിലിന് പേടിയാണ്. വീട്ടുടം ഉണർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അവനറിയാം. അതിനിടെയാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. റെമിക്ക് വായിക്കാനും അറിയാം, TV കാണാനും അറിയാം. പക്ഷേ മറ്റെലികൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഇതിനിടെ ഇരുവരും തിരികെ വരാത്തതിൽ ജാങ്കോ അസ്വസ്ഥനാകുന്നു. അപ്പോഴാണ് റെമി എമിലിനെ കൂട്ടി ഗുസ്തോയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി കാണുന്നത്. പക്ഷെ അവിടെ അവർ കേൾക്കുന്ന വാർത്ത ഞെട്ടിക്കുന്നതായിരുന്നു. ആന്റണി ഈഗോ എഴുതിയ മോശം റിവ്യൂ കാരണം ഗുസ്തോസ് റെസ്റ്റോറന്റിലെ 5 സ്റ്റാർ നഷ്ടമായിരുന്നു. അതിന് പിന്നാലെ ഓഗസ്റ്റ് ഗുസ്തോ മരിക്കുകയും ചെയ്തു. ഗുസ്തോ മരിച്ചെന്ന വാർത്ത അറിഞ്ഞപ്പോൾ റെമിക്കും എമിലിനും ആകെ വിഷമമായി. പക്ഷെ അതിനിടയിൽ തന്നെ മറ്റൊരു പ്രശ്നം വന്നു. വീട്ടുടമ എഴുന്നേറ്റു. അടുക്കളയിൽ എലികളെ കണ്ടതോടെ അവർ ഞെട്ടിപ്പോയി. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഷോട്ട് ഗൺ എടുത്ത് വെടിവെക്കാൻ തുടങ്ങി. റെമിയും എമിലും ജീവൻ രക്ഷിക്കാൻ അവിടെ നിന്ന് ഓടി. ഓടുന്നതിനിടെ എമിൽ ഒരു ചാൻഡിലിയറിൽ കുടുങ്ങിപ്പോയി. പക്ഷെ അവസാന നിമിഷം റെമി അവനെ രക്ഷിച്ചു. എന്നാൽ പ്രശ്നങ്ങൾ അവിടെ തീർന്നില്ല. വീട്ടുടമ വെടിവെപ്പ് തുടർന്നതോടെ വീടിന്റെ മേൽക്കുര തന്നെ തകർന്നു വീണു. അതോടെ അവിടെ ഒളിച്ചിരുന്ന മുഴുവൻ എലിക്കോളനിയും പുറത്തായി. പേടിച്ചുപോയ എലികൾ എല്ലാം നാലുപാടും ഓടാൻ തുടങ്ങി. പക്ഷെ എല്ലാവരും രക്ഷപ്പെടുമ്പോൾ റെമി മാത്രം തിരികെ വീട്ടിലേക്ക് പോയി. കാരണം അവനൊരു കാര്യം കൂടി വേണമായിരുന്നു, ഗുസ്തോയുടെ കുക്ക് ബുക്ക്. ആ പുസ്തകം അവിടെ ഉപേക്ഷിക്കാൻ റെമിക്ക് മനസ്സിലായിരുന്നു. ഒരുപാട് അപകടങ്ങൾക്കിടയിലൂടെ അവൻ ആ പുസ്തകം എടുത്തു. പക്ഷെ തിരികെ വരുന്നതിനിടെ ഒരു വലിയ അപകടം സംഭവിച്ചു. വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട റെമി തന്റെ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു. ഒഴുകിയെത്തിയ അവൻ ഒടുവിൽ ഒരു വലിയ വെള്ളച്ചാട്ടത്തിലൂടെ താഴേക്ക് വീണു. അവിടെ എത്തിയപ്പോൾ അവൻ ഒറ്റയ്ക്കായിരുന്നു. കുറച്ചുനേരം അവൻ കാത്തിരുന്നു. കുടുംബം തന്നെ തേടി വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. പക്ഷെ ആരും വന്നില്ല. അങ്ങനെ ഒറ്റക്കായ റെമി ഗുസ്തോയുടെ കുക്ക് ബുക്ക് വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവന്റെ മുന്നിൽ ഗുസ്തോ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ അത് യഥാർത്ഥ ഗുസ്തോ ആയിരുന്നില്ല. റെമിയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഇമാജിനറി ഗൈഡായിരുന്നു. മുന്നോട്ടു പോകാനുള്ള ധൈര്യം ഗുസ്തോ അവന് നൽകി. ആ വാക്കുകൾ കേട്ട് റെമി യാത്ര തുടർന്നു. സേവർ വഴിയിലൂടെ മുന്നോട്ടു പോയ അവൻ ഒടുവിലെത്തിയത് പാരീസിലേക്കായിരുന്നു. പക്ഷെ അവൻ എത്തിയത് ഒരു സാധാരണ സ്ഥലത്തല്ല, നേരെ ഗുസ്തോസ് റെസ്റ്റോറന്റിന്റെ താഴെ. അതേസമയം ആ റെസ്റ്റോറന്റിലേക്ക് ഒരു യുവാവ് ജോലി അന്വേഷിച്ചെത്തി. അവന്റെ പേര് ആൽഫ്രഡോ ലിങ്കുനി. അടുത്തിടെ മരിച്ച അമ്മ നൽകിയൊരു കത്ത് അവൻ റെസ്റ്റോറന്റിന്റെ ഉടമയായ ഷെഫ് സ്കിന്നർക്ക് കൈമാറി. മുമ്പ് ഗുസ്തോയുടെ സൂപ്പ് ഷെഫ് ആയിരുന്ന സ്കിന്നർ ഇപ്പോൾ റെസ്റ്റോറന്റ് നോക്കി നടത്തുകയായിരുന്നു. അവസാനം ലിങ്കുനിക്ക് ഒരു ജോലി കൊടുത്തു. പക്ഷേ ഷെഫായി അല്ല, ഗാർബേജ് ബോയായി. ഇതെല്ലാം മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു റെമി. അപ്പോഴാണ് അവൻ ആ വലിയ കിച്ചൺ കാണുന്നത്. അവിടെയുള്ള ഓരോ കാര്യവും അവനെ അത്ഭുതപ്പെടുത്തി. പക്ഷേ അതിനിടയിൽ ലിങ്കുനിക്ക് ഒരു വലിയ അബദ്ധം പറ്റി. അവൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സൂപ്പ് നശിപ്പിച്ചു. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അവൻ അതിലേക്ക് പല സാധനങ്ങളും ഇട്ടു. പക്ഷേ അത് കൂടുതൽ മോശമായി. ഇതൊന്നും കണ്ടു നിൽക്കാൻ റെമിക്ക് കഴിഞ്ഞിരുന്നില്ല. ആരും അറിയാതെ അവൻ ആ കിച്ചണിലേക്ക് ഇറങ്ങി. കാരണം ആ നശിച്ചുപോയ സൂപ്പ് കണ്ടിട്ട് അവന് വെറുതെ നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. പതിയെ അവൻ അതിലേക്ക് ശരിയായ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ആ സൂപ്പ് വീണ്ടും ഒരു മികച്ച വിഭവമായി മാറി. പക്ഷെ റെമിക്ക് അവിടെ അധിക നേരം നിൽക്കാൻ കഴിഞ്ഞില്ല. ലിങ്കിനി അവനെ കണ്ടുപിടിച്ചു. അതേസമയം സ്കിന്നർ ആ സൂപ്പ് എടുക്കാനായി എത്തുകയും ചെയ്തു.
ഇനി എല്ലാം കയ്യിൽ നിന്ന് പോയെന്ന് ലിങ്ക്വിനി കരുതി. പക്ഷേ സംഭവിച്ചത് നേരെ മറിച്ചായിരുന്നു. ആ സോപ്പ് കഴിച്ച ആളിന് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് സാധാരണ ഒരു കസ്റ്റമർ ആയിരുന്നില്ല, പ്രശസ്ത ഫുഡ് ക്രിട്ടിക്കായ സോളൈൻ ലേക്ലെയർ ആയിരുന്നു അത്. അവർ ആ സോപ്പിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. ഇത് കണ്ട എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം ഇത്ര നല്ലൊരു ഡിഷ് ഉണ്ടാക്കാൻ ലിങ്ക്വിനിക്ക് കഴിയുമെന്ന് ആരും കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോലറ്റ് ലിങ്ക്വിനിയെ പുറത്താക്കരുതെന്ന് സ്കിന്നറോട് പറഞ്ഞു. കാരണം ഇത് ഗുസ്തോയുടെ വിശ്വാസം തെളിയിക്കുന്ന ഒരു കാര്യമായിരുന്നു. എനിവൺ കാൻ കുക്ക്. അങ്ങനെ ലിങ്ക്വിനിക്ക് അവിടെ തന്നെ ജോലി തുടരാൻ അവസരം കിട്ടി. പിന്നീട് ലിങ്ക്വിനി റമിയെ പുറത്തേക്ക് കൊണ്ടുപോയി. ആദ്യം കണ്ടാൽ അവനെ ഇല്ലാതാക്കാനാണ് പോകുന്നതെന്ന് തോന്നും. പക്ഷെ അവിടെ വെച്ചൊരു സത്യം ലിങ്ക്വിനിക്ക് മനസ്സിലായി. ആ സോപ്പ് ഉണ്ടാക്കിയത് താനല്ലായിരുന്നു, അതിന് പിന്നിൽ റമിയായിരുന്നു. റമിയുടെ കഴിവ് മനസ്സിലായതോടെ ലിങ്ക്വിനിയുടെ മനസ്സ് മാറി. അവൻ റമിയോട് തന്റെ കൂടെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇരുവർക്കും തമ്മിൽ സംസാരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോഴാണ് റമി ഒരു വഴി കണ്ടെത്തിയത്. ലിങ്ക്വിനിയുടെ മുടി വലിച്ചാൽ അവന്റെ ശരീരത്തിന്റെ ചലനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് റമിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു വിചിത്രമായ കൂട്ടുകെട്ട് ആരംഭിച്ചു. ഒരു മനുഷ്യനും ഒരു എലിയും ചേർന്ന് ഒരു വലിയ കുക്കിംഗ് ടീമായി മാറി. അതിനിടെ സ്കിന്നർ മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം കണ്ടെത്തി. ലിങ്ക്വിനി മറ്റാരുമല്ല, ഓഗസ്റ്റ് ഗുസ്തോയുടെ സ്വന്തം മകനായിരുന്നു. അതായത് ഗുസ്തോസ് റെസ്റ്റോറന്റിന്റെ യഥാർത്ഥ അവകാശി. ഇതറിഞ്ഞ സ്കിന്നർ ആകെ ഭയന്നു. കാരണം റെസ്റ്റോറന്റിന്റെ നിയന്ത്രണം തന്റെ കയ്യിൽ നിന്ന് പോകുമെന്നായിരുന്നു അവന്റെ പേടി. അതുകൊണ്ട് നിയമപരമായ സമയം കഴിഞ്ഞാൽ ലിങ്ക്വിനിയെ പുറത്താക്കാനായിരുന്നു അവന്റെ പദ്ധതി. പക്ഷേ ആ രഹസ്യം ഒളിപ്പിക്കാൻ സ്കിന്നറിന് കഴിഞ്ഞില്ല. കാരണം റമിയുടെ കയ്യിൽ ലിങ്ക്വിനിയുടെ അവകാശം തെളിയിക്കുന്ന രേഖകൾ എത്തി. റമി അത് ലിങ്ക്വിനിക്ക് കൊണ്ടുവന്നു. സത്യം മനസ്സിലായ ലിങ്ക്വിനി ഉടൻ തന്നെ ഒരു തീരുമാനമെടുത്തു. അവൻ സ്കിന്നറെ പുറത്താക്കി. അങ്ങനെ ഗുസ്തോസ് റെസ്റ്റോറന്റിന്റെ പുതിയ ഉടമയായി ലിങ്ക്വിനി മാറി. അതോടെ ഗുസ്തോസ് റെസ്റ്റോറന്റിന്റെ ചുമതല മുഴുവനും ലിങ്ക്വിനിയുടെ കയ്യിലായി. അതിനിടെ ലിങ്ക്വിനിയും കോലറ്റും തമ്മിൽ കൂടുതൽ അടുക്കാൻ തുടങ്ങി. പതിയെ അവരുടെ സൗഹൃദം ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പായി മാറി. പക്ഷേ ഇതെല്ലാം നടക്കുമ്പോൾ ഒരാൾക്ക് മാത്രം സന്തോഷമുണ്ടായിരുന്നില്ല. അത് റമിയായിരുന്നു. കാരണം ലിങ്ക്വിനി തന്നെ പതിയെ മറക്കുകയാണെന്നും തന്റെ സഹായത്തിന് വേണ്ടത്ര വില നൽകുന്നില്ലെന്നും റമിക്ക് തോന്നാൻ തുടങ്ങി. അതിനിടെയാണ് റമി വീണ്ടും തന്റെ സഹോദരൻ എമിലിനെയും പഴയ എലിക്കോളനിയെയും കാണുന്നത്. വളരെ നാളുകൾക്ക് ശേഷം കുടുംബത്തെ കണ്ടതിൽ റമിക്ക് സന്തോഷമായി. പക്ഷേ അച്ഛനായ ജാങ്കോ വീണ്ടും അവന് മുന്നറിയിപ്പ് നൽകി. മനുഷ്യരും എലികളും ഒരിക്കലും ശരിക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ലെന്നാണ് ജാങ്കോ പറഞ്ഞത്. പക്ഷേ റമി അത് അംഗീകരിച്ചില്ല. തന്റെ സ്വപ്നത്തിൽ അവന് ഇപ്പോഴും വിശ്വാസമുണ്ടായിരുന്നു. അപ്പോഴാണ് മറ്റൊരു വലിയ വാർത്ത എത്തുന്നത്. പ്രശസ്ത ഫുഡ് ക്രിട്ടിക്കായ ആൻഡൻ ഈഗോ വീണ്ടും ഗുസ്തോസ് റെസ്റ്റോറന്റിലേക്ക് വരുന്നു. റെസ്റ്റോറന്റിനെ കുറിച്ചൊരു പുതിയ റിവ്യൂ എഴുതാനായിരുന്നു അവന്റെ വരവ്. ഈ വാർത്ത അറിഞ്ഞതോടെ എല്ലാവരിലും ടെൻഷൻ തുടങ്ങി. കാരണം ഈഗോയുടെ ഒരു റിവ്യൂ കൊണ്ട് തന്നെ ഒരു റെസ്റ്റോറന്റ് ഉയരാനും താഴാനും കഴിയും. ഇതിനിടയിൽ ലിങ്ക്വിനിയും റമിയും തമ്മിൽ വലിയൊരു വഴക്കുണ്ടായി. ലിങ്ക്വിനിയുടെ വാക്കുകൾ റമിയെ ഒരുപാട് വേദനിപ്പിച്ചു. ദേഷ്യവും വിഷമവും കൊണ്ട് റമി തന്റെ എലിക്കൂട്ടത്തെ കൂട്ടി റെസ്റ്റോറന്റിന്റെ പാൻട്രിയിലേക്ക് കയറുന്നു. അവിടെ നിന്ന് ഭക്ഷണം എടുക്കാൻ തുടങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായി ലിങ്ക്വിനി അവരെ കാണുന്നു. ഇത് കണ്ടതോടെ അവന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ എലികളെയും അവൻ അവിടെ നിന്ന് ഓടിച്ചു. റമിയോട് ഇനി ഒരിക്കലും തിരികെ വരരുതെന്ന് പറഞ്ഞു. ആ വാക്കുകൾ റമിയുടെ മനസ്സിനെ തകർത്തു. അങ്ങനെ ഒറ്റക്കായ റമി അവിടെ നിന്നും പോകുന്നു. പക്ഷെ അവന്റെ യാത്ര അധിക നേരം നീണ്ടില്ല. കാരണം വഴിയിൽ വെച്ച് സ്കിന്നർ അവനെ പിടികൂടി. ഒരു കേജിൽ കുടുങ്ങിയ റമിക്ക് ഇനി രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് തോന്നി. അപ്പോഴാണ് വീണ്ടും അവന്റെ മനസ്സിൽ ഗുസ്തോ പ്രത്യക്ഷപ്പെട്ടത്. ഇത്തവണ ഗുസ്തോ റമി ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. ഇത്രയും കാലം മറ്റുള്ളവരുടെ സഹായം തേടിയിരുന്നെങ്കിലും അവന്റെ ഉള്ളിലെ കഴിവ് തന്നെയാണ് അവന്റെ ഏറ്റവും വലിയ ശക്തി. അത് മനസ്സിലായ റമിക്ക് വീണ്ടും ആത്മവിശ്വാസം വന്നു. അതിനിടെയാണ് ജാങ്കോയും എമിലും എത്തി റമിയെ രക്ഷിക്കുന്നത്. സ്വതന്ത്രനായ ഉടൻ തന്നെ റമി ഒരു കാര്യം തീരുമാനിച്ചു. അവന് തിരികെ പോകേണ്ടത് ഗുസ്തോസ് റെസ്റ്റോറന്റിലേക്ക് തന്നെയായിരുന്നു. അവിടെ എത്തിയ റമിയെ കാത്തിരുന്നത് മറ്റൊരു കാഴ്ചയായിരുന്നു. ലിങ്ക്വിനിക്ക് തന്റെ തെറ്റ് മനസ്സിലായിരുന്നു. അവൻ റമിയോട് മാപ്പ് പറഞ്ഞു. ഇനി റമിയെ മറച്ചു വെക്കാൻ പാടില്ല. അങ്ങനെ അവൻ കിച്ചണിലെ എല്ലാവരോടും ഒരു വലിയ സത്യം പറഞ്ഞു. ഇത്രയും കാലം എല്ലാവരും പ്രശംസിച്ചിരുന്ന വിഭവങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ഷെഫ് താനല്ലായിരുന്നു. അതെ, ആ വിഭവങ്ങൾ ഉണ്ടാക്കിയത് റമി എന്ന എലിയായിരുന്നു. ഇത് കേട്ടതോടെ എല്ലാവരും ഞെട്ടിപ്പോയി. ഒരു എലിയോടൊപ്പം ജോലി ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മുഴുവൻ കിച്ചൺ സ്റ്റാഫും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ ഒരാൾ മാത്രം തിരികെ വന്നു. അത് കോലറ്റായിരുന്നു. അവരുടെ മനസ്സിൽ അപ്പോഴും ഗുസ്തോയുടെ ആ പഴയ വാക്കുകൾ ഉണ്ടായിരുന്നു. എനിവൺ കാൻ കുക്ക്. ഒരു വ്യക്തിയുടെ കഴിവ് നോക്കണം, അവൻ ആരാണെന്നല്ല. അങ്ങനെ കോലറ്റ് വീണ്ടും കിച്ചണിലേക്ക് മടങ്ങി വന്നു. ഇതിനിടെ റമിയുടെ ആത്മാർത്ഥത കണ്ട് ജാങ്കോയും സഹായിക്കാൻ തീരുമാനിച്ചു. അവൻ മുഴുവൻ എലിക്കൂട്ടത്തെയും കൂട്ടി റെസ്റ്റോറന്റിലേക്ക് എത്തി. അങ്ങനെ മനുഷ്യരും എലികളും ചേർന്ന് ആ രാത്രി വലിയൊരു തയ്യാറെടുപ്പിലേക്ക് കടന്നു. കാരണം ആ ദിവസം ഒരു പ്രത്യേക കസ്റ്റമർ വരാനിരിക്കുകയായിരുന്നു, ആൻഡൻ ഈഗോ. അതിനിടെ സ്കിന്നറും ഹെൽത്ത് ഇൻസ്പെക്ടറും റെസ്റ്റോറന്റിലേക്ക് എത്തി. എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എലികൾ ഒരു പ്ലാൻ തയ്യാറാക്കി. അവർ ഇരുവരെയും ഒരു ഫ്രീസറിൽ പൂട്ടിയിടുന്നു. ഇനി കിച്ചണിൽ ആരും തടസ്സമാകില്ല. പുറത്ത് ലിങ്ക്വിനി കസ്റ്റമർക്ക് ഭക്ഷണം എത്തിക്കുന്ന തിരക്കിലാണ്. അവൻ റോളർ സ്കേറ്റ്സ് ധരിച്ചൊരു മേശയിൽ നിന്ന് മറ്റൊരു മേശയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു.
അതേസമയം ലിങ്കിനും കോലേറ്റും ചേർന്ന് ഒരു പ്രത്യേക ഡിഷ് തയ്യാറാക്കുകയാണ്. അത് മറ്റാർക്കും വേണ്ടിയല്ല, ആൻഡ് ഈഗോയ്ക്ക് വേണ്ടി. ഒടുവിൽ ആ വിഭവം ഈഗോയുടെ മുന്നിലെത്തുന്നു. സംശയത്തോടെയാണ് അദ്ദേഹം ആദ്യ കഷ്ണം കഴിക്കുന്നത്. പക്ഷേ അടുത്ത നിമിഷം തന്നെ എന്തോ സംഭവിക്കുന്നു. ആ രുചി ഈഗോയെ നേരെ തന്റെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകുന്നു. അമ്മ സ്നേഹത്തോടെ ഉണ്ടാക്കി നൽകിയ ഭക്ഷണത്തിന്റെ ഓർമ്മകളെല്ലാം തിരികെ വരുന്നു. ആ രുചി തന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റിമറിച്ചു. വളരെ നാളുകൾക്ക് ശേഷം ഈഗോ ഒരു വിഭവത്തിന്റെ യഥാർത്ഥ സന്തോഷം കണ്ടെത്തുകയായിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം അദ്ദേഹം ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടു: ഈ അത്ഭുതകരമായ വിഭവം ഉണ്ടാക്കിയ ഷെഫിനെ കാണണം. അങ്ങനെ രാത്രി റെസ്റ്റോറന്റ് അടച്ചതിനു ശേഷം ലിങ്കിനെയും കോലേറ്റും ഒരു വലിയ രഹസ്യം ആൻഡ്രോൺ ഈഗോയുടെ മുന്നിൽ തുറന്നു കാട്ടുന്നു. അദ്ദേഹം കാണാൻ ആഗ്രഹിച്ച ആ ഷെഫ് മറ്റാരുമല്ലായിരുന്നു, റെമി. ഒരു എലിയാണ് തനിക്ക് ഇത്രയും മികച്ച വിഭവം ഉണ്ടാക്കി തന്നതെന്ന് അറിഞ്ഞപ്പോൾ ഈഗോയ്ക്ക് ആദ്യം അത്ഭുതമായി. പക്ഷേ അവൻ കണ്ടത് ഒരു എലിയല്ല, തന്റെ കഴിവിൽ വിശ്വസിച്ച ഒരു യഥാർത്ഥ ഷെഫിനെയായിരുന്നു. അടുത്ത ദിവസം എല്ലാവരും കാത്തിരുന്ന ഒരു റിവ്യൂ എത്തി. ഈഗോ എഴുതിയ ആ റിവ്യൂ ഗുസ്തോസ് റെസ്റ്റോറന്റിനെ വീണ്ടും പ്രശസ്തമാക്കി. ഒരു എലിയാണ് ഈ വിഭവങ്ങൾ ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞില്ല. പകരം റെമിയെ ഫ്രാൻസിലെ ഏറ്റവും മികച്ച ഷെഫ്മാരിൽ ഒരാളായി അദ്ദേഹം വിശേഷിപ്പിച്ചു. പക്ഷേ സത്യം അധികനാൾ മറച്ചുവെക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു സമയത്തിനകം സ്കിന്നറും ഹെൽത്ത് ഇൻസ്പെക്ടറും എല്ലാം പുറത്തു കൊണ്ടുവന്നു. ഒരു എലി കിച്ചണിൽ ജോലി ചെയ്തിരുന്ന കാര്യം അറിഞ്ഞതോടെ ഗുസ്തോസ് റെസ്റ്റോറന്റ് അടച്ചുപൂട്ടേണ്ടി വന്നു. അതോടെ ആന്റൺ ഈഗോയ്ക്ക് വലിയ തിരിച്ചടി നേരിട്ടു. ഒരു എലി നടത്തിയ റെസ്റ്റോറന്റിനെ പ്രശംസിച്ചതോടെ അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷൻ തന്നെ നഷ്ടപ്പെട്ടു. പക്ഷേ ഈഗോ അതിൽ തളർന്നില്ല. പകരം അദ്ദേഹം ഒരു പുതിയ തീരുമാനമെടുത്തു. ലിങ്കിനെയും കോലേറ്റും ചേർന്ന് ആരംഭിച്ച പുതിയ ബിസ്ട്രോയിൽ അദ്ദേഹം നിക്ഷേപിച്ചു. അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു: മനുഷ്യരും എലികളും ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഒരു സ്ഥലം. ഒടുവിൽ റെമിക്ക് തന്റെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു: ഒരു വലിയ ഷെഫ് ആവുക. സിനിമയുടെ അവസാന രംഗത്തിൽ പുതിയ റെസ്റ്റോറന്റ് ആയ ലാ റാറ്റിറ്റോയുടെ മുന്നിൽ വലിയൊരു ക്യൂ കാണാം. അകത്ത് ലിങ്കിനെയും കോലേറ്റും റെമിയും സന്തോഷത്തോടെ ജോലി ചെയ്യുകയാണ്. അതേസമയം എലിക്കൂട്ടവും ആ റെസ്റ്റോറന്റിന് മുകളിലായി പുതിയൊരു വീട് കണ്ടെത്തി. ഒരിക്കൽ മനുഷ്യരിൽ നിന്ന് ഒളിച്ചോടിയിരുന്ന ഒരു ചെറിയ എലി ഒടുവിൽ സ്വന്തം കഴിവുകൊണ്ട് എല്ലാവരുടെയും മനസ്സ് കീഴടക്കി. അങ്ങനെ റെമിയുടെ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് റാറ്റിറ്റിയുടെ കഥ അവസാനിക്കുന്നു.